നമസ്കാരം. ഫോർട്ടുഗേ ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്ത് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം മോദിക്കും അമിത്ഷായ്ക്കുമൊക്കെ തിരക്കൊഴിഞ്ഞിട്ട് നേരമില്ലാതായിരുന്നു. ഭൂരിപക്ഷമില്ലാത്ത സർക്കാരിനെ സുസ്ഥിരമാക്കാനുള്ള അക്ഷീണ പ്രയത്നത്തിലായിരുന്നു ഇരുവരും. കഴിഞ്ഞ 10 വർഷം ചെയ്തതുപോലെ ആസ്വദിച്ചൊരു വിദേശയാത്ര പോലും ചെയ്യാൻ മോദിക്ക് കഴിഞ്ഞില്ല എന്നതാണ് സത്യം. പോയ യാത്ര റഷ്യയിലേക്കായിരുന്നു. എന്നാൽ ആ സമയത്തും മോദിയുടെ അഭാവത്തിൽ നായിഡുവും നിതീഷും അമിത്ഷായെ തീരി നിൽക്കുകയായിരുന്നു. നിർമ്മല സീതാരാമന്റെ കേന്ദ്ര ബജറ്റോടെ മോദിക്കും അമിത്ഷായ്ക്കും ശ്വാസം വീണിരിക്കുകയാണ് ഇപ്പോൾ. കാരണം നിതീഷും നായിഡുവുമെല്ലാം ചോദിച്ചതും അതിലേറെയും വാരിക്കോരി കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തൽക്കാലം അവർ തലപൊക്കില്ല എന്ന് കണ്ടതോടെ തങ്ങളുടെ യഥാർത്ഥ പണിയിലേക്ക് തന്നെ കൈവച്ചിരിക്കുകയാണ് ഇരുവരും. രാജ്യത്തിന്റെ പൈതൃകത്തെയും അന്തസ്സിനെയും ചോദ്യം ചെയ്ത് എല്ലാ തലത്തിലും വർഗീയത കലർത്തി തങ്ങൾക്ക് അനുകൂലമായി മുതലെടുപ്പ് നടത്താനുള്ള ശ്രമങ്ങൾ വീണ്ടും തുടങ്ങിയതിന്റെ സൂചനയാണ് ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ പ്രമുഖ സ്ഥലനാമങ്ങൾ മാറ്റിയ നടപടികൾക്ക് പിന്നാലെ രാഷ്ട്രപതി ഭവനിലും പേരുമാറ്റം. 2 പ്രധാനപ്പെട്ട ഹാളുകൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു പുതിയ പേരുകൾ നൽകിയിരിക്കുകയാണ്. ദർബാർ ഹാളിനെ ഗണതന്ത്ര മണ്ഡപെന്നും അശോക് ഹാളിനെ അശോക് മണ്ഡപെന്നുമാണ് പുനർനാമകരണം ചെയ്തത്. ഇന്ത്യൻ സാംസ്കാരിക മൂല്യവും ധാർമ്മികതയും ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമായാണ് പേരിൽ മാറ്റം കൊണ്ടുവന്നതെന്ന് രാഷ്ട്രപതി ഭവൻ പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ഭരണകർത്താക്കളും ബ്രിട്ടീഷുകാരും ദർബാർ എന്ന പദം കോടതി എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചതെന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ ദർബാർ എന്ന വാക്കിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. ദേശീയ അവാർഡുകളുടെ വിതരണമടക്കം പ്രധാന ചടങ്ങുകളുടെയും ആഘോഷങ്ങളുടെയും വേദിയാണ് ദർബാർ ഹാൾ. ഗണതന്ത്രത്തിന്റെ ആശയം ഇന്ത്യൻ സമൂഹത്തിൽ ആഴത്തിൽ വേരുപിടിച്ചതാണ്. അശോക ഹാളിനെ അശോക മണ്ഡപം എന്ന് പുനർനാമകരണം ചെയ്യുന്നതോടെ ഭാഷാപരമായ ഏകരൂപം കൈവരിക്കുന്നു. ഭാഷയിലെ ആംഗലേയവൽക്കരണം ഇല്ലാതാകുന്നുവെന്നും രാഷ്ട്രപതി ഭവൻ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളിൽ കടുത്ത നിരാശയും പ്രതിഷേധവും ഉണ്ടാക്കുന്ന നീക്കങ്ങളാണ് മോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ വലിയ പ്രതിഷേധങ്ങളും പരിഹാസങ്ങളും കൊണ്ട് സോഷ്യൽ മീഡിയ നിറയുകയാണ്. പ്രധാനമന്ത്രി ഭവൻ പ്രധാന മണ്ഡൻ ഭവൻ എന്നാക്കണമെന്നാണ് മലയാളികൾ എഴുതി നിറക്കുന്നത്. സുൽത്താൻ ബത്തേരിയെ ഗണപതി വട്ടം ആക്കണം എന്ന് പറഞ്ഞ് ഉള്ളിസുരയുടെ പോരാട്ടത്തിന്റെ ആദ്യഘട്ടം വിജയിച്ചു എന്ന് ട്രോളുന്നവരുമുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയും തങ്ങളുടെ അജണ്ടയിൽ നിന്ന് പിറകോട്ടില്ല എന്ന പ്രഖ്യാപനത്തോടെ രാജ്യത്തെ ജനാധിപത്യത്തെയും ചരിത്രപരമായ മൂല്യങ്ങളെയും ചവിട്ടിമെതിക്കാൻ ഒരുങ്ങി തന്നെയാണെന്ന് തെളിയിക്കുകയാണ് സംഘിച്ചാണകങ്ങൾ.